നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായി. അതേപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ പോസിറ്റീവുകൾ കമൻറ്റുകൾ തന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശക്തിയേറിയിട്ടില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ നിൽക്കാൻ കഴിയുന്ന ഒരു അമലാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം പോലെ തന്നെ നമുക്കും ഓരോ ദിവസവും തുടങ്ങുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ തന്നെ പല പല ചിന്തകൾ വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. വീട്ടിലെ ചില പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ആരോഗ്യത്തെക്കുറിച്ചുള്ള ചെറിയ ആശങ്കകൾ, ഇതൊക്കെ ചേർന്ന് മനസ്സിനെ ഇടങ്ങേറാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ കരയുന്നുണ്ട്. ഈ ജീവിതം ഒരു ചെറിയ ആശ്വാസം കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു കഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നമ്മളെ ഉയർത്തുന്ന ഒന്നായിരിക്കണം. അത് നമ്മളെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകുന്ന ഒന്നായിരിക്കണം. അത്തരത്തിലുള്ള ഒരു ദിക്റും ആ ഒരു കഥയും നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അത്തരത്തിലുള്ളൊരു ജീവിതമാണ് മഹാനായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹം ഒരു മഹാനായിരുന്നു, പക്ഷേ ആദ്യം ഒരു മനുഷ്യനായിരുന്നു. ബന്ധങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം മഹാനവറുകൾ എടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തെ ചരിത്രത്തിൽ ഉയർത്തുക തന്നെ ചെയ്തു. അത് സത്യത്തിൻ്റെ വഴിയിലേക്ക് മാറുക എന്നായിരുന്നു. ഒരു ദിവസം പ്രവാചകനെ അപമാനിച്ചതായിട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. അത് ഒരു കോപം മാത്രമല്ലായിരുന്നു, ഒരു സ്നേഹവും നീതിയും ചേർന്ന പ്രതികരണമായിരുന്നു. അദ്ദേഹം നേരിട്ട് പോയി അതിനെ എതിർത്തു. പിന്നെ തുറന്നു പറഞ്ഞു, ഞാനും ഈ സത്യത്തിൻ്റെ വഴിയിലാണ് എന്ന്. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി. അതിനുശേഷം അദ്ദേഹം പിന്നോട്ടില്ലാതെ മുന്നോട്ട് പോയി. മഹാനവറുകൾ ഓരോ ചുവടും വിശ്വാസത്തിൽ നിറഞ്ഞിരുന്നു. പിന്നീട് ബദ്ർ യുദ്ധം വന്നു. മുസ്ലിങ്ങൾ കുറവായിരുന്നു, പക്ഷേ അവരുടെ മനസ്സ് ശക്തമായിരുന്നു. ആ യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു മുന്നിൽ തന്നെ നിന്നു, ഭയമല്ലാതെ, സംശയമില്ലാതെ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ശക്തിയെ ആശ്രയിച്ചില്ല, അള്ളാഹുവിനെ ആശ്രയിച്ചു. അതാണ് അദ്ദേഹത്തെ ശക്തനാക്കിയത്. പിന്നീട് ഉഹദ് യുദ്ധം വന്നു. അതൊരു കഠിനമായിട്ടുള്ള പരീക്ഷണമായിരുന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹം വീണ്ടും മുന്നിൽ തന്നെ നിന്നു. അവസാന നിമിഷം വരെ പോരാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം ക്ഷീണിച്ചെങ്കിലും ആത്മാവ് ശക്തമായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഷഹീദായി. അത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം ഇടങ്ങാറാകുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, ഒന്ന് പിടക്കുന്നുണ്ട്. പക്ഷെ അതൊരു നഷ്ടമായിരുന്നില്ല അല്ലേ, അതൊരു വിജയമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത സത്യത്തിൻ്റെ വിജയം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു നോക്കിയാലോ? നമുക്ക് വലിയ യുദ്ധങ്ങളൊന്നുമില്ല, പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലേ. ചിലപ്പോൾ അവ വലിയതായിട്ട് പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ തന്നെയാണ് ഈ ഒരു ദിക്റിൻ്റെ ശക്തി വരുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ വാക്ക് നമ്മളോട് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു സത്യമാണ്. എനിക്കൊന്നും കഴിയൂല അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ എന്നത്. ഇത് മനസ്സിലാക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു മാറ്റം തുടങ്ങും. നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് തോന്നും, നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങൾ ലഘുവായിട്ട് തോന്നും. നമ്മൾ ഇത് ദിവസവും കുറച്ച് സമയം പറയാൻ തുടങ്ങാട്ടില്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാം, അതേപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ പറയാം. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ പറയാം. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക തന്നെ ചെയ്യും, നമ്മുടെ ചിന്തകളിൽ ലളിതമാക്കും. ഒരു ദിവസം നമുക്ക് തന്നെ തോന്നും, നമ്മൾ മാറിയിട്ടുണ്ട്, നമ്മുടെ പ്രതികരണം മാറിയിട്ടുണ്ട്, നമ്മൾ കൂടുതൽ ശാന്തരാകുന്നുണ്ട്, കൂടുതൽ ധൈര്യമുള്ള ആളുകളാകുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ തോന്നും. ഒരു ഉമ്മ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ ഉമ്മാൻ്റെ ആശങ്കകളൊക്കെ കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ ഒരു ഉപ്പയാണ് ഈ ഒരു കാര്യം പറയുന്നതെങ്കിൽ അവരുടെ മനസ്സിലൊരു ആത്മവിശ്വാസം കൂടും. അതേപോലെ തന്നെ വയസ്സനായിട്ടുള്ള ഒരു ഉപ്പയാണ് ഈ ഒരു അമല് പറയുന്നതെങ്കിൽ അവരുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. ഒരു യുവാവാണ് ഈ ഒരു അമലിനെ പറയുന്നതെങ്കിൽ അവൻ്റെ മനസ്സ് ഒരു ഉറച്ചതായിരിക്കും. ഇതൊരു ചെറിയ വാക്ക് പോലെ തോന്നുന്നുണ്ടാകും, പക്ഷേ ഇതിൻ്റെ ശക്തി വളരെ വലുതാണ് അല്ലേ. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതം എത്ര കഠിനമായാലും നമുക്ക് തളരേണ്ടതില്ല, നമുക്ക് മുന്നോട്ട് തന്നെ പോകണം, നമുക്ക് വിശ്വാസം പിടിച്ചു പറ്റണം, നമുക്ക് അള്ളാഹുവിനെ ആശ്രയിക്കണം. അതാണ് യഥാർത്ഥ ശക്തി, അതാണ് യഥാർത്ഥ സമാധാനം. അതിന് നമുക്ക് ഇന്ന് തന്നെ ഒരു ചെറിയ തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതം എങ്ങനെയായാലും, പ്രശ്നങ്ങൾ എത്ര ഉണ്ടായാലും നമുക്ക് ഈ ദിക്റിനെ വിടൂല. ഞാൻ ഈ ഒരു ദിക്റിനെ മുറുകെ പിടിക്കുകയാണ്, എൻ്റെ നെഞ്ചോട് ചേർക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്നുള്ളത്, നമ്മുടെ നാവിൽ ഇത് കൊണ്ടുവരും, നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് തന്നെ മനസ്സിലാകും, ഞാൻ പഴയ ആളല്ല, എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട്, നമ്മുടെ ജീവിതം ശാന്തമാകുന്നുണ്ട്. അതാണ് ഈ ദിക്റിൻ്റെ ശക്തി അല്ലേ. അതാണ് മഹാന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം.
ചെറിയ വാക്കുകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് സ്വീകരിക്കണം, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കും വേണം. അപ്പോൾ നമുക്ക് പുതിയ തുടക്കം ലഭിക്കും, പുതിയ ആത്മവിശ്വാസവും ലഭിക്കും, പുതിയ പുതിയ സമാധാനങ്ങളും ലഭിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുടെ മനസ്സിൽ എത്തരത്തിലുള്ള വിഷമങ്ങളാണുള്ളതെങ്കിലും ഇൻഷാ അല്ലാഹ് മഹാനായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ചതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസവും ആ ഒരു ഈമാനിൻ്റെ ശക്തിയും ഈ ഒരു ദിക്റിനോടുള്ള വിശ്വാസതയും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാറില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ദിക്റാണ്. നമ്മൾ ഒരുപാട് ഉസ്താദുമാരായാലും അതുപോലെ തന്നെ ഒരുപാട് ഇന്നിങ്ങനെ റെക്കോർഡ്സ് കിട്ടുന്നതാണ് ലാ ഹൗലയുടെയൊക്കെ. അതൊക്കെ കേൾക്കുന്ന ആളുകളാണ്. അപ്പോൾ ദിവസവും നമ്മളെക്കൊണ്ട് കഴിയുന്നൊരെണ്ണം നമ്മളിതിന് ചൊല്ലി വരിക, ഒരിക്കലും മുടക്കി കളയാതിരിക്കുക. ഇത്തരത്തിൽ വലിയൊരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ അത് മുടക്കി കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ടുള്ള ദിക്റുകളോ സ്വലാത്തുകളോ ദുആകളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.